നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നുമാണ് തെരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരിങ്ങാലക്കുടയിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. നവംബർ 14 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക നൽകാനുള്ള അവസാന തീയതി നവംബർ 21-നാണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-ആണ്. ഡിസംബർ 11-ന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഡിസംബർ 13-ന് നടക്കും. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിലവിൽ UDF 17, LDF 16, BJP 8 എന്നതാണ് കക്ഷിനില. വാർഡ് പുനർനിർണയത്തിൽ 2 സീറ്റ് വർദ്ധിച്ചതിനാൽ 41-ൽ നിന്നും 43-ആയി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ LDF 7, UDF 4, BJP 2 എന്നതാണ് കക്ഷിനില. വാർഡ് പുനർനിർണയത്തിൽ 1 സീറ്റ് വർദ്ധിച്ച് 13-ൽ നിന്നും ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം 14-ആയി വർദ്ധിച്ചിട്ടുണ്ട്. പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ LDF 8, BJP 4, UDF 2 എന്നതാണ് നിലവിലെ കക്ഷിനില. വാർഡ് പുനർനിർണയത്തിൽ നിന്നും 14-ൽ നിന്നും 15-ആയി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ LDF 11, UDF 6 എന്നതാണ് കക്ഷിനില. വാർഡ് പുനർനിർണയത്തിൽ 17-ൽ നിന്നും 18-ആയി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ LDF 9, UDF 4, BJP 1 എന്നതാണ് നിലവിലെ കക്ഷിനില. വാർഡ് പുനർനിർണയത്തിൽ 14-ൽ നിന്നും 15-ആയി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കാർളം ഗ്രാമപഞ്ചായത്തിൽ LDF 12, BJP 2, UDF 1 എന്നതാണ് കക്ഷിനില. വാർഡ് പുനർനിർണയത്തിൽ 15-ൽ നിന്നും 16-ആയി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നവംബർ 18 മുതൽ 21 വരെ ഇരിങ്ങാലക്കുടയിൽ വച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ശൈലജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ AV രാജേഷ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ KK സുരേഷ്, PJ ബിജു, MV സുനിൽകുമാർ, P മൊയ്തീൻകുട്ടി, പ്രിൻസിപ്പൽ MK മുരളി, PTA പ്രസിഡന്റ് V ഭക്തവത്സലൻ, PG പ്രേംജി എന്നിവർ പങ്കെടുത്തു. ഹെഡ് മിസ്റ്റേഴ്സ് TK ലത സ്വാഗതവും VHSC പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ നന്ദിയും പറഞ്ഞു. 36ാമത് സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവം വളരെ ഗംഭീരമായും ഭംഗിയായും, അതിനോടൊപ്പം തന്നെ ലത ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണക്കപ്പ് നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഇരിങ്ങാലക്കുടയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ കലോത്സവം ഏറ്റവും ഗംഭീരമായി നമുക്ക് നടത്തിയെടുക്കേണ്ടതുണ്ട്. മാറിയ സാഹചര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കലോത്സവം എന്നുള്ളത് അധ്യാപകരിലും കുട്ടികളിലും രക്ഷിതാക്കളിലും മാത്രമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കയ്യും മെയ്യും മറന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കലോത്സവം വൻ വിജയമാകും. എവിടെയാണോ പോരായ്മയുള്ളത് അത് കൃത്യമായി നമ്മൾ കണ്ടെത്തുകയും വിവിധ കമ്മിറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി മനസ്സിലാക്കി ചർച്ച ചെയ്ത് ഏറ്റവും മാതൃകാപരമായ ഒരു കലോത്സവമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും സഹകരണം ഞാൻ അങ്ങേയറ്റം പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം 2019-ൽ ഇതിന് മുന്നേ നടന്നത് 22-ൽ അല്ലേ, 22-ലാണ് നടന്നത്. നമുക്കറിയാം സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് നമുക്കറിയാം. അത്രയധികം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അന്ന് സ്വർണ്ണ കപ്പിൽ ഇവിടെ എത്തിച്ചതും അതിനോടൊപ്പം തന്നെ തുടർന്നുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ
വലിയ പങ്കാളിത്തം ഇവിടുത്തെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ടയാളെ കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻചിറ കോവിലത്തുകുന്ന് സ്വദേശി അടിയിനിപ്പറമ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള ഫസലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി VB കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം താണശ്ശേരി സ്വദേശി പുതുപ്പാറ വീട്ടിൽ ഷാജി കരൂപ്പടന്നയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിലുള്ള വിരോധത്തിൽ ഷാജിയെ ആക്രമിച്ച് മൊബൈൽ ഫോണും പണവും കവർന്ന സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് എടുത്ത കേസിലാണ് അറസ്റ്റ് നടന്നത്. പരാതിക്കാരനായ ഷാജി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷനിലെ വാറണ്ടിൽ ഇരിങ്ങാലക്കുട സബ് ജയിലിൽ കഴിഞ്ഞ സമയത്താണ് ഫസലിനെ പരിചയപ്പെടുന്നത്. ജയിലിൽ നിന്നും ഇറങ്ങിയ ഫസലിനെ കുറച്ചു ദിവസം ഷാജിയുടെ കൂടെ താമസിപ്പിക്കണമെന്ന് ഫസലിന്റെ മാതാവ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷാജി കൂടെ താമസിപ്പിച്ചത്. എന്നാൽ വീട്ടുടമസ്ഥന്റെ എതിർപ്പിനെ തുടർന്ന് തിരികെ പോകണമെന്ന് ഷാജി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഷാജിയുടെ പണവും മൊബൈൽ ഫോണും മോഷ്ടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് ഷാജിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MK ഷാജി, SI MA മുഹമ്മദ് റാഷി, അൻവറുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ NA ഗിരീഷ്, TJ സതീഷ്, സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട KS പാർക്കിൽ കർത്തവ്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 26ാമത് വെസ്റ്റ ബാലകലോത്സവം നവംബർ 12, 13, 14 തീയതികളിൽ നടക്കുമെന്ന് KC ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാൻസി ഡ്രസ്, ലളിതഗാനം, സംഘഗാനം, സിനിമാറ്റിക് ഡാൻസ്, നാടോടി നൃത്തം, സംഘനൃത്തം, പ്രസംഗ മത്സരം, വെസ്റ്റ ബേബി പ്രിൻസ് ആൻഡ് പ്രിൻസസ് മത്സരം എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നവംബർ 14 വൈകിട്ട് 5 ചേരുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ V മേനോൻ ഉദ്ഘാടനം ചെയ്യും. KC ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഫ്രാൻസിസ്, ഹോൾ ടൈം ഡയറക്ടർ ഡോണി ജോർജ് അക്കരക്കാരൻ, ജനറൽ മാനേജർ M അനിൽ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഷെന്തിൽ കുമാർ, പ്രോഗ്രാം കൺവീനർ സുമൻ പോൾസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. കർത്തവ്യയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 12, 13, 14 തീയതികളിലായിട്ട് മത്സരങ്ങളും 14-ാം തീയതി അതിൻ്റെ സമാപന സമ്മേളനവും KS പാർക്കിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. നമ്മൾ 26 കൊല്ലമായിട്ട് മുടങ്ങാതെ KS പാർക്ക് വിവരിച്ചതിന് ശേഷം അവിടെ രൂപം കൊണ്ട കർത്തവ്യ എന്ന് പറയുന്ന യുവജന സംഘടനയുടെ ആഭിമുഖ്യത്തിലും കൂടിയിട്ടാണ് കമ്പനി ഈ ബാലകലോത്സവം നടത്തുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നടത്തുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിത്രരചന, ലളിതഗാനം, സംഘഗാനം, പ്രസംഗ മത്സരം, നാടോടി നൃത്തം സിംഗിൾ, നാടോടി നൃത്തം ഗ്രൂപ്പ്, സിനിമാറ്റിക് ഡാൻസ്, ഫാൻസി ഡ്രസ്സ്, വെസ്റ്റ ബേബി പ്രിൻസ് ആൻഡ് പ്രിൻസസ്. ഈ മത്സരങ്ങളാണ് നമ്മൾ എല്ലാ കാലത്തും നടത്തി വരുന്നത്. ധാരാളം പാർട്ടിസിപ്പൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ചുറ്റുപാടുള്ള സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ധാരാളം കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ചിത്രരചനയിൽ വലിയ ഒരു പങ്കാളിത്തം കണ്ടുവരാറുണ്ട് നമ്മുടെ ഈ ബാലകലോത്സവത്തിൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം നവംബർ 13 വെള്ളാങ്കല്ലൂർ PCK ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, സംഘാടക സമിതി ജനറൽ കൺവീനർ സജയൻ കാർളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 ചേരുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഫോട്ടോഗ്രാഫി അവാർഡ് ദാനം നിർവഹിക്കും. പതാക പ്രയാണം, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, ട്രേഡ് ഫെയർ, ഫോട്ടോ പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. സംഘാടക സമിതി ചെയർമാൻ NS പ്രസാദ്,
ജില്ലാ സെക്രട്ടറി ലിജോ പി ജോസഫ്, ജില്ലാ PRO അജയൻ, മേഖലാ PRO വിശ്വനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 41ാമത് ജില്ലാ സമ്മേളനം ഇരിഞ്ഞാലക്കുട മേഖലയിൽ വെള്ളാങ്കല്ലൂരിൽ വെച്ച് നവംബർ 13-ാം തീയതി നടക്കുകയാണ്. അതിന് മുന്നോടിയായി നമ്മൾ 12-ാം തീയതി കഴിഞ്ഞ വർഷം സമ്മേളനം നടന്ന കുന്നംകുളം മേഖലയിൽ നിന്നും പതാക ജാഥ എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞ് 13-ാം തീയതി രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതിനോടുകൂടി നമ്മുടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രകടനവും കഴിഞ്ഞ 41 വർഷക്കാലമായി കേരളത്തിലെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയ്ക്കകത്ത് തൊഴിലെടുക്കുന്നവരുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തികച്ചും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന. ഈ സംഘടനയ്ക്ക് കേരളത്തിനകത്ത് 12 ജില്ലകളിൽ 123 മേഖലാ കമ്മിറ്റികളും അതുപോലെ തന്നെ 449 യൂണിറ്റ് കമ്മിറ്റികളും അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് ഈ സംഘടനയ്ക്കുള്ളത്. അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഹായം കൊടുക്കുന്ന പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.